അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് റസൽ കൈമ എയർപോർട്ട് റോഡിനടുത്തായിട്ട് ദിഗ്ദാഗയിലുള്ള റാക്ക് നാച്ചുറൽ ട്രഷേഴ്സിലേക്കാണ്. യാതൊരു പ്ലാനും ഇല്ലാതെ നമ്മൾ ഇറങ്ങിയതാട്ടോ. എന്തായാലും എത്തിപ്പെട്ടത് നല്ല അടിപൊളി കിഡിലൻ ആംബിയൻ സെറ്റപ്പിലേക്കാണ് നമ്മൾ എത്തിയത്. ഒരു ഫാമും മ്യൂസിയം ഒക്കെ കൂടിയുള്ള സെറ്റപ്പാണ് ഇവിടെ. പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി കിഡിലൻ പ്ലേസ് ആണ്. നമ്മൾ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. കുട്ടികളായിട്ടും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അവർ ഇന്ന് വരെ കാണാത്ത ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. മ്യൂസിയത്തിലായാലും മൃഗങ്ങളായാലും ഒക്കെ അടിപൊളി ഒരു പ്ലേസ് ആണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പെരുമ്പാമ്പിനെയൊക്കെ കൈകൊണ്ടെടുത്തതും തോളിലിട്ടതും ഒക്കെ ഇതാ ഇവിടെ വെച്ചാട്ടോ. പേടിച്ചാണ് ഒക്കെ ഇട്ടത്. ഇവിടെ നിന്നും എനിക്ക് ധൈര്യം കിട്ടിയിട്ടതാണ്. എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ എൻ്റെ അടുത്തോട്ട് പോലും വന്നില്ല, ഒന്ന് തൊട്ട് പോലും നോക്കില്ല, അത്ര പേടിയാണ്. പാമ്പിനെ തോളിലിട്ട ശേഷം ഹസ്ബൻഡിൻ്റെ ഒക്കെ ഒരു ഡയലോഗ്, നിനക്ക് ഇത്രയൊക്കെ ധൈര്യം ഉണ്ടല്ലോ എന്നും. പിന്നെ ധൈര്യം ഇല്ലാതെ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം എന്താ ഇവിടെ ഒരു വാക്ക് വേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ ഒട്ടും അവിടെയുള്ള ഒരുവിധം കാഴ്ചകളൊക്കെ കാണാം. മൃഗങ്ങളൊക്കെ കണ്ട് നമുക്ക് പോവാം. എല്ലാവിധ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളായിട്ട് എന്തായാലും വരേണ്ട ഒരു പ്ലേസാണ്. ഇവിടെ നമുക്ക് നല്ലപോലെ നടക്കാട്ടോ. ഞാൻ ഈ പേടിച്ചാണ് നടക്കുന്നത്. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങ് സെറ്റായി. അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ആംബിയൻസിലാണ് അവരോട് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ല. എനിക്ക് അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വുഡ് ഹൗസൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. വുഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ ഹട്ടുകൾ നമുക്ക് സ്റ്റേ ചെയ്യാം, കുക്ക് ചെയ്യാം ഫുഡൊക്കെ. അതുപോലെ വാഷ്റൂം എല്ലാ ഫെസിലിറ്റീസും വരുന്നുണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഒരു സാൾട്ട് കേവ് വരുന്നുണ്ട്. ഉപ്പ് കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു കേവാണിത്. ഒറിജിനൽ ഉപ്പ് കല്ല് കൊണ്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ അവരുടെ പഴയ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ അവിടെ കാണാം. പിന്നെ അതുപോലെ ഒരു റെസ്റ്റിംഗ് ഏരിയ. ഇവിടെയൊക്കെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ അറബീൻ്റെ ആട്ടോ ഈ ഫാം വരുന്നത്. ഇതൊരു പ്രൈവറ്റ് ഫാം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ലോങ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അടിച്ചിറച്ച് ഒക്കെ കിട്ടുന്നതാണ്.